എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ സൗത്ത് ആഫ്രിക്ക T20 പരമ്പരയ്ക്ക് ശേഷം കളി ഇനി ദൈർഘ്യമേറിയ ഫോർമാറ്റിലേക്ക് മാറുന്നു. ഇരു ടീമുകളും അടുത്ത ഏകദിന മത്സരങ്ങൾ കളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞായറാഴ്ച മുതലാണ് ഏകദിന മത്സരങ്ങൾ തുടങ്ങുക. 3 മത്സരങ്ങളാണ് ഏകദിന പരമ്പരയിൽ ഉള്ളത്. ജോഹന്നാസ്ബർഗിലെ ന്യൂവാണ്ടറെ സ്റ്റേഡിയത്തിൽ വെച്ച് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 മുതൽ ആരംഭിക്കും. T20 മത്സരങ്ങളിലെ പോലെ തന്നെ മുതിർന്ന കളിക്കാർക്ക് വിശ്രമം നൽകും. സായി സുദർശൻ, സഞ്ജു സാംസൺ, റിങ്കു സിംഗ് എന്നിവരടങ്ങിയ യുവ ടീമിനെ KL രാഹുലാണ് നയിക്കുക. ഇനി ഇന്ത്യയുടെ പ്ലേയിങ് 11ലേക്ക് വന്നുകഴിഞ്ഞാൽ ഓപ്പണിംഗിനായി ഋതുരാജ് ഗേക്വാദ്, സായി സുദർശൻ സഖ്യം ഇറങ്ങും. 1 ഡൗണായി ശ്രേയസ് അയ്യർ ഇറങ്ങും. ക്യാപ്റ്റൻ KL രാഹുൽ 4-മനായി എത്തും. 5-മനായി സഞ്ജു സാംസൺ ആയിരിക്കും എത്തുക. 6-ാം നമ്പറിൽ ഫിനിഷർ റിങ്കു സിംഗ് ഇറങ്ങും. ഇനി ബൗളിംഗ് നിരയിലേക്ക് വന്നുകഴിഞ്ഞാൽ അക്സർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ, കുൽദീപ് യാദവ്, യുസ്വേന്ദ്ര ചാഹൽ, ദീപക് ചഹാർ എന്നിവരടങ്ങിയ മികച്ച ബൗളിംഗ് യൂണിറ്റ് തന്നെയാണ് ഇന്ത്യക്കുള്ളത്. ഏകദിനത്തിലെ ആദ്യ മത്സരത്തിൽ വിജയം ഉറപ്പിക്കാമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും കളിക്കളത്തിൽ ഇറങ്ങുക. ഇന്ത്യക്ക് ശക്തമായ ഒരു സ്ക്വാഡുണ്ട്. സൗത്ത് ആഫ്രിക്ക അവരുടെ മണ്ണിൽ ഫുൾ സ്ട്രെങ്ത് ടീമുമായി ഇറങ്ങുമ്പോൾ ഇന്ത്യ എങ്ങനെ അവരെ കൈകാര്യം ചെയ്യും എന്ന് നോക്കി തന്നെ കാണേണ്ടതാണ്. ലോകകപ്പിൽ സൗത്ത് ആഫ്രിക്ക ഇന്ത്യക്ക് മുന്നിൽ മുട്ടുകുത്തിയതാണ്. മാത്രമല്ല അറ്റാക്കിംഗ് ശൈലിയിൽ കളിക്കുന്ന ഇന്ത്യ ഇപ്പോൾ മികച്ച ഫോമിലും ആണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഈ പരമ്പരയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ പരമ്പര ഇന്ത്യ നേടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.